2023 പുറത്തിറങ്ങിയ സ്പാനിഷ് ചലച്ചിത്രം റാഡിക്കലിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മെക്സിക്കോയിലെ ഒരു സ്കൂളിൽ നിന്നുമാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾ വരിവരിയായി നിരന്നു നിന്നു. സ്കൂളിലെ പുതിയ സെമസ്റ്റർ ആരംഭിക്കാൻ പോവുകയായിരുന്നു. പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനൊക്കെയും ചായയും കേക്കും വിതരണം ചെയ്തു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒറ്റപ്പെട്ട ഒരു സ്കൂളായിരുന്നു അത്. കഴിഞ്ഞ കൊല്ലത്തെ ആനുവൽ എക്സാമിൽ നമ്മുടെ സ്കൂളിന് കിട്ടിയ മാർക്കും പെർസെന്റേജും രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലാണുള്ളത് എന്ന് പ്രിൻസിപ്പൽ അധ്യാപകരെ അറിയിച്ചു. മാത്രമല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പകുതിയിലധികം കുട്ടികളും പഠനം ഉപേക്ഷിച്ചു പോയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൊല്ലമെങ്കിലും കുട്ടികളെ കൊണ്ട് നന്നായി പെർഫോം ചെയ്യിപ്പിക്കണമെന്നും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ശുഭപ്രതീക്ഷയും പ്രിൻസിപ്പൽ പങ്കുവെച്ചു. പുതിയൊരു ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചെങ്കിലും അവിടൊന്നും ടീച്ചറെ കാണുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ ഈ സമയത്ത് ഇത് എവിടെ പോയി എന്ന് പ്രിൻസിപ്പൽ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലാൻ നോക്കുമ്പോഴാകട്ടെ ക്ലാസ് റൂമിലെ ടേബിളുകളൊക്കെ തലതിരിച്ചിട്ടിരിക്കുന്നു. കസേരകൾ ഒരിടത്ത് കൂട്ടിവെച്ചിരിക്കുന്നു. അതിനു നടുവിൽ ഒരു വ്യക്തിയും ഇരിക്കുന്നുണ്ട്. അതായിരുന്നു അവരുടെ പുതിയ അധ്യാപകൻ സെർജിയോ. വന്ന കുട്ടികളെ കണ്ടതും സെർജിയോ കമഴ്ത്തിയിട്ട ടേബിൾ ഷിപ്പാണെന്ന് കരുതി അതിനുള്ളിലേക്ക് കയറുവാൻ ആവശ്യപ്പെട്ടു. വിചിത്രമായി അധ്യാപകൻ പെരുമാറുന്ന കണ്ടതും കുട്ടികളും ഒരു നിമിഷം പകച്ചുപോയി. പിന്നാലെ കുട്ടികളും സെർജിയോ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചു. റൗണ്ട്സിനിറങ്ങിയ പ്രിൻസിപ്പൽ സെർജിയോയുടെ ക്ലാസ്സിലെത്തിയതും കണ്ടത് ക്ലാസ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നതായിരുന്നു. കുട്ടികളാണെങ്കിലോ തലതിരിച്ചിട്ട് ടേബിളിൽ ഇരുന്ന് കളിക്കുന്നു. പ്രിൻസിപ്പൽ പരാതി പറയാനായി വന്നതും സെർജിയോ ഉടൻ കുട്ടികളോട് പ്രിൻസിപ്പലിനെയും ഷിപ്പിലേക്ക് കയറ്റാനും തടിച്ച പ്രകൃതമായതുകൊണ്ട് പ്രിൻസിപ്പൽ മുങ്ങിത്താണ് പോകുന്നതിന് മുമ്പ് പ്രിൻസിപ്പലിനെ രക്ഷിക്കാനും ആവശ്യപ്പെട്ടു. ഉടൻ കുട്ടികൾ പറഞ്ഞു തടിച്ച പ്രിൻസിപ്പൽ ആയതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ കൂടി കയറിയാൽ ഷിപ്പ് മുങ്ങുമെന്നായിരുന്നു അത്. അതെങ്ങനെയാ ഷിപ്പ് മുങ്ങുന്നേ? ഓവർ വെയിറ്റ് കയറിയാൽ ഷിപ്പ് മുങ്ങുമെങ്കിൽ അതെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നേ എന്നായി സെർജിയോയുടെ ചോദ്യം. കുട്ടികൾക്ക് അതിന് ഉത്തരമറിയില്ലായിരുന്നു. സെർജിയോക്കാണെങ്കിൽ സെർജിയോക്കും വലിയ പിടുത്തമില്ല. അങ്ങനാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ റൂമിൽ പോയി ഇന്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ചാലോ എന്നായി സെർജിയോ. പക്ഷേ ആ സമയമാണ് പ്രിൻസിപ്പൽ നമുക്ക് കമ്പ്യൂട്ടർ റൂം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അതോടെ സെർജിയോ കുട്ടികളെയും കൂട്ടി ലൈബ്രറിയിലെത്തി അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. അവിടെയും നിസ്സാര ബുക്കുകളേ ഉള്ളൂ. കൃത്യമായ ഉത്തരം അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതോടെ സെർജിയോ കുട്ടികളെയൊക്കെ കൂട്ടിയിരുത്തി ചോദിച്ചു, നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഓരോ ഉത്തരങ്ങളും ധൈര്യത്തോടെ പറ. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റുകളില്ലാതെ ശരികൾ കിട്ടില്ലല്ലോ എന്നും സെർജിയോ കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു. ആ സമയം ഒരു കുട്ടി പറഞ്ഞു, എപ്പോഴും തെറ്റുത്തരം പറയാൻ ഞങ്ങൾക്ക് ഭയമാ. തെറ്റുത്തരം വന്ന ഞങ്ങളുടെ ഗ്രേഡ് കുറയുമോ എന്നൊക്കെയാ ഞങ്ങളുടെ പേടി. അതുകൊണ്ട് തെറ്റാണെങ്കിലും പരീക്ഷയ്ക്ക് എഴുതുമ്പോ ഉള്ളിൽ തോന്നുന്ന ഉത്തരം എഴുതാൻ ഞങ്ങൾ മടിക്കാറുണ്ട്. സെർജിയോ പറഞ്ഞു, തെറ്റ് പറയാൻ ആരും പേടിക്കണ്ട. നിങ്ങൾക്കൊക്കെ നല്ല സ്കോറും ഞാൻ തരാം. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം പറഞ്ഞു. പക്ഷേ കുട്ടികളുടെ ഉള്ളിൽ മോശം ഗ്രേഡ് കിട്ടുന്നതിനെ പറ്റിയുള്ള ട്രോമ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏവരും സൈലന്റായി തുടർന്നു. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം പ്രിൻസിപ്പൽ കേട്ടു. പ്രിൻസിപ്പൽ ചെന്ന് നോക്കുമ്പോൾ സെർജിയോ ഡെസ്കുകൾ ക്ലാസ്സിന് വെളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രിൻസിപ്പൽ കാര്യം തിരക്കി. തന്റെ ക്ലാസ്സിൽ ടേബിളിന്റെ ആവശ്യമില്ല എന്നായിരുന്നു സെർജിയോ പറഞ്ഞത്. പ്രിൻസിപ്പൽ ആകെ കൺഫ്യൂസ്ഡ് ആയി. സെർജിയോക്ക് എന്താ പ്ലേ ഗ്രൗണ്ട് ആണോ ക്ലാസ് റൂമായി വേണ്ടത് എന്നായി പ്രിൻസിപ്പലിന്റെ ചോദ്യം. ക്ലാസ് റൂമിൽ നിന്ന് ഡെസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ലെന്നും അങ്ങനാണെങ്കിൽ ദാ പുറത്ത് ഗ്രൗണ്ടിൽ പോയി ക്ലാസ് എടുത്തോളൂ എന്നുമായി പ്രിൻസിപ്പൽ. ഉടനടി സെർജിയോ അതിന് ഓക്കെയും പറഞ്ഞു. പിന്നാലെ കമ്പ്യൂട്ടർ റൂമിന്റെ കാര്യവും സെർജിയോ തിരക്കി. അപ്പോഴാണ് പ്രിൻസിപ്പൽ സെർജിയോയെ കമ്പ്യൂട്ടർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പൊടി പിടിച്ച് ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാതെ നാശമായി കിടക്കുന്നയിടം. അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെന്നും അതൊക്കെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നും അതിൽ പിന്നെ കമ്പ്യൂട്ടർ റൂം അടച്ചുപൂട്ടിയേക്കാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അന്നത്തെ സ്കൂൾ ഡേ അത്ര കാര്യമായി വിചാരിച്ച പോലെ പോയില്ലെങ്കിലും ക്ലാസ്സിലുള്ള പലോമ എന്ന പെൺകുട്ടിയെ പ്രിൻസിപ്പൽ ശ്രദ്ധിച്ചിരുന്നു. പലോമ ഏറെ സ്മാർട്ടായ സ്റ്റുഡന്റ് ആയിരുന്നു. അവളുടെ അച്ഛൻ ഗാർബേജ് കളക്ടറായൊക്കെ ജോലി നോക്കുകയാണ്. അച്ഛനെ സഹായിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളും സഹായങ്ങളും അവൾ ചെയ്യുമായിരുന്നു. ആസ്ട്രോണറ്റ് ആകണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള കുട്ടിയാണ് പലോമ. അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ അവൾ അച്ഛൻ കാണാതെ ശേഖരിച്ചൊളിപ്പിച്ചു വെക്കുമായിരുന്നു. പക്ഷേ അവളുടെ അച്ഛൻ അവളുടെ പഠിത്തത്തിലുള്ള ആഗ്രഹത്തെയും ആസ്ട്രോണറ്റ് ആകണമെന്ന ആഗ്രഹത്തെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പാവപ്പെട്ട കുട്ടികൾ പഠിച്ചിട്ട് കാര്യമില്ലെന്നും ജോലി നോക്കിയാൽ
അത്രമെങ്കിലും പണം സമ്പാദിക്കാം എന്നുമായിരുന്നു അവളുടെ അച്ഛന്റെ ആറ്റിറ്റ്യൂഡ്. മറുവശത്ത് സെർജിയോയുടെ സ്റ്റുഡന്റായ നീക്കോ എന്ന പയ്യൻ തന്റെ ചേട്ടൻ ഗ്യാങ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് എത്തുകയായിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സിനോട് അടുത്തിടപഴകിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഗ്യാങ് ലീഡറുമായും നീക്കോക്ക് വലിയ അടുപ്പമായിരുന്നു. പഠിത്തമൊക്കെ നിർത്തി ഗ്യാങ്ങിൽ ചേരുവാൻ അയാൾ എപ്പോഴും അവനോട് പറയും. പക്ഷെ അവന്റെ ബ്രദർ തന്റെ അനിയനും തന്നെ പോലെ ആവരുത് എന്നാഗ്രഹിച്ച് നീക്കോയെ അതിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ കഴുതയുടെ ഒരു കഥ പറഞ്ഞ് സെർജിയോ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് അവന്റെ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരണം എന്നായിരുന്നു അവൻ പറഞ്ഞ സാരോപദേശം. പിന്നാലെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് താൻ തീരുമാനിക്കില്ലെന്നും നിങ്ങൾക്ക് എന്താണ് പഠിക്കണം എന്ന് തോന്നുന്നത് അത് തന്നോട് ആവശ്യപ്പെടാമെന്നും അത് താൻ അവരെ പഠിപ്പിക്കുമെന്നും പറഞ്ഞു. പക്ഷേ കുട്ടികൾ കൺഫ്യൂസ്ഡായി. തങ്ങൾക്ക് എന്തു പഠിക്കണം എന്നാരും പറയുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം ആ നിശബ്ദത തുടർന്നു. കുറെ സമയം കഴിഞ്ഞ് ഒരു കുട്ടി കൈയുയർത്തി ശേഷം പറഞ്ഞു, അന്ന് നമ്മൾ കപ്പലിന്റെ കളി കളിച്ചില്ലേ, അപ്പോ ആ ബോട്ട് ആ കപ്പൽ അതങ്ങനെ മുങ്ങാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താ എന്നുള്ളത് എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞു. സെർജിയോക്കും ഇൻട്രസ്റ്റ് ആയി. കുട്ടികൾക്കിടയിലേക്ക് ചെന്ന സെർജിയോ അവരോട് ഉദാഹരണ സഹിതം ഒരു ചോദ്യം ചോദിച്ചു. ബലൂൺ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും, പക്ഷേ ഒരു ബൗളിംഗ് ബോൾ അതാണ് വെള്ളത്തിലിടുന്നതെങ്കിലോ അത് മുങ്ങിപ്പോകും. രണ്ടിനും ഏകദേശം ഒരേ വലിപ്പമാണെങ്കിലും എന്താ ബൗളിംഗ് ബോൾ മാത്രം മുങ്ങിപ്പോകുന്നത്? ആ ചോദ്യം ചോദിച്ച ശേഷം ഒരു നിമിഷം എന്ന് പറഞ്ഞ് സെർജിയോ പുറത്തേക്ക് പോയി. കുട്ടികളോട് ഡിസ്കസ് ചെയ്ത് ഉത്തരം കണ്ടുവെക്കാനും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയ സെർജിയോ കുട്ടികളോട് എന്തുത്തരമാ കിട്ടിയതെന്ന് ചോദിച്ചു. അതാ വസ്തുവിന്റെ സൈസ് കാരണം ചിലപ്പോ അതിൽ കാര്യമുണ്ടാകും എന്നായിരുന്നു ഒരു കുട്ടി പറഞ്ഞത്. മറ്റൊരു കുട്ടി അതാ വസ്തുക്കളുടെ ഭാരത്തിന്റെ വ്യത്യാസം കാരണമായിരിക്കും എന്നും പറഞ്ഞു. സെർജിയോ കഥ കേട്ടതും സന്തോഷമായി. കുട്ടികളുടെ നിഗമനം ശരിയായിരുന്നു. പിന്നാലെ അതിന്റെ ഫോർമുല അടക്കം ശാസ്ത്രീയ വശങ്ങളും കൃത്യമായ വിവരങ്ങളും സെർജിയോ കുട്ടികളെ പഠിപ്പിച്ചു. ഡെൻസിറ്റിയെ പറ്റിയും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നുമെല്ലാം സെർജിയോ കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു നൽകി. പിന്നാലെ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ യാർഡിൽ ചെറിയ പ്രാക്ടിക്കൽസിനും സെർജിയോ ശ്രമിച്ചു. അതുകണ്ട് അത് ചോദ്യം ചെയ്യാൻ പ്രിൻസിപ്പളും അങ്ങോട്ടേക്ക് എത്തി. പ്രിൻസിപ്പൾ എത്തിയതും പ്രിൻസിപ്പലിനെ പോലെ മനുഷ്യരായിട്ടുള്ള അബ്സ്ട്രാക്ട് ഒബ്ജക്ട്സിന്റെ ഡെൻസിറ്റി എങ്ങനെ കാണുമെന്ന് പ്രിൻസിപ്പലിനെ തന്നെ ഡെമോയാക്കി വെച്ച് സെർജിയോ വിശദീകരിക്കാൻ തുടങ്ങി. പിന്നാലെ ക്ലാസും അവസാനിച്ചു. എല്ലാ കുട്ടികളും പോയപ്പോഴും പലോമ അവിടെ നിന്നിരുന്നു. സെർജിയോ കടുത്തെത്തി പലോമ ചോദിച്ചു, എന്നെങ്കിലും എനിക്കൊരു ആസ്ട്രോനറ്റ് ആകാൻ സാധിക്കുമോ? തന്റെ കുട്ടിയുടെ ആ സ്വപ്നം കേട്ട് സെർജിയോക്ക് സന്തോഷം തോന്നിയിരുന്നു. അവൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അവൾക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നും അവൾക്ക് ആസ്ട്രോനറ്റ് ആകാൻ പറ്റുമെന്നും സെർജിയോ അവളോട് പറഞ്ഞു. അന്ന് വൈകിട്ട് വീട്ടിലേക്കെത്തിയ നീക്കോയും സഹോദരനും കണ്ടുമുട്ടി. അവരുടെ വീടിന്റെ വെളിയിൽ തകർന്ന പഴയ അവരുടെ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ട് ഫിക്സ് ചെയ്യാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ട് അവന്റെ സഹോദരൻ കൺഫ്യൂസ്ഡ് ആയി. താനിപ്പോൾ ബോട്ടുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ കുറേയധികം പഠിച്ചിട്ടുണ്ടെന്നും താനൊന്ന് ശ്രമിച്ചു നോക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. തനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും താൻ ഇനി ചേട്ടന്റെ ഗ്യാങ്ങിലേക്കൊന്നും ചേരാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും നീക്കോയുടെ ചേട്ടനും സന്തോഷം തോന്നിയിരുന്നു. അവന്റെ ബ്രദർ അതുകൊണ്ട് തന്നെ അവനോട് വേറൊന്നും പറഞ്ഞില്ല. ഇതേ സമയം സ്കൂളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. മറ്റ് ടീച്ചേഴ്സ് പ്രിൻസിപ്പലിനടുത്തെത്തി സെർജിയോയുടെ വ്യത്യസ്തമായ പഠന രീതികളെ പറ്റി കംപ്ലൈന്റ് ചെയ്തു. അതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ലെന്നും പ്രിൻസിപ്പൽ അവനെ തടയണം എന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. അതിനെപ്പറ്റി നേരിട്ട് സംസാരിക്കാൻ പ്രിൻസിപ്പൽ സെർജിയോയുടെ വീട്ടിലെത്തി. പ്രിൻസിപ്പളുമായും സെർജിയോ സംസാരിച്ചു. തന്റെ പഠനരീതി ചിലപ്പോൾ വിചിത്രമായതായി വ്യത്യസ്തമായതായി തോന്നുന്നുണ്ടാവാമെന്നും പക്ഷേ കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം ഉണ്ടാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും സാധാരണ രീതിയിൽ വെറുതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അവരെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നതെന്നും അവൻ വിശദീകരിച്ചു. പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കെ താൻ വർക്ക് ചെയ്ത പഴയ സ്കൂളിൽ പരമ്പരാഗത കരിക്കുലമാണ് ഫോളോ ചെയ്തു പോന്നതെന്നും പക്ഷേ നാളുകൾ കഴിയും തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ കൊല്ലമായപ്പോൾ ഒരു കുട്ടി പോലും പഠിക്കാനെത്താത്ത അവസ്ഥയായെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചപ്പോൾ ഈ സ്കൂളിൽ പുതിയ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു എന്നും സെർജിയോ വ്യക്തമാക്കി. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലല്ലേ കുട്ടികൾ സ്കൂളിലേക്ക് വരൂ എന്നും അവൻ കൂട്ടിച്ചേർത്തു. സെർജിയോയുടെ വാക്കുകൾ ശരിയാണെന്ന് പ്രിൻസിപ്പലിനും തോന്നിയിരുന്നു. സെർജിയോ എങ്ങനെയാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തുടർന്നോളാൻ പ്രിൻസിപ്പൽ സെർജിയോയോട് പറയുകയും ചെയ്തു. പിന്നീട് പഠനത്തിന്റെ സഹായത്തിന് സെർജിയോ പ്രിൻസിപ്പലിനെയും കൂടെ കൂട്ടി. രസകരമായ ആ പഠന രീതിയിൽ പ്രിൻസിപ്പളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സെർജിയോ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പേ നീക്കോ അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്താ ഒരുപാട് നേരത്തെ വന്നിരിക്കുന്നത് എന്ന് സെർജിയോ നീക്കോയോട് തിരക്കി. അല്പം നാണത്തോടെ, എങ്ങനെ ഒരു പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുത്തുക എന്നായിരുന്നു നീക്കോയുടെ ചോദ്യം. സമാധാനത്തോടെ സെർജിയോ നീക്കോയോട് സംസാരിച്ചു. നീ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, ആ
ആ പെൺകുട്ടിക്ക് നിന്റെ ഒപ്പം ഉള്ളപ്പോൾ അവൾ സ്പെഷ്യലായി ഫീൽ ചെയ്യണം. പിന്നാലെ സെർജിയോ സ്കൂളിലെ സ്കോളർഷിപ്പ് ബ്രോഷർ എടുത്തു. ആസ്ട്രോണമിയിൽ മേജർ ചെയ്യുവാനുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ബ്രോഷറാണത്. ഈ ബ്രോഷർ അവനോട് പലോമയ്ക്ക് കൊടുക്കാനും പലോമയ്ക്ക് ആസ്ട്രോണമി ഏറെ ഇഷ്ടമുള്ളതാണെന്നും സെർജിയോ അവനോട് പറഞ്ഞു. അത് കേട്ടതും നീക്കോ ഒന്ന് അതിശയിച്ചിരുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് പലോമയെയാണെന്ന് നീക്കോ സെർജിയോയോട് പറഞ്ഞിട്ടേയില്ല. പക്ഷേ സെർജിയോ എങ്ങനെ മനസ്സിലാക്കി എന്നതായിരുന്നു അവന്റെ അതിശയം. സെർജിയോ ആ ബ്രോഷർ നീക്കോയുടെ ബാഗിൽ വെക്കാൻ പോയപ്പോൾ നീക്കോ പെട്ടെന്ന് ബാഗ് തുറക്കാൻ സമ്മതിക്കാതെ അത് തടഞ്ഞു. ബാഗിനകത്ത് വിഷയമുള്ള എന്തോ സംഗതിയുണ്ട് എന്ന് സെർജിയോക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് കുത്തി ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ സെർജിയോ നിന്നില്ല. ബ്രോഷർ അവനെ ഏൽപ്പിച്ച് സെർജിയോ അവിടെ നിന്ന് പോന്നു. നീക്കോ ആ ബാഗ് താൻ കാണാതെ തന്നോട് ചേർത്ത് പിടിച്ചെങ്കിൽ അതിനകത്തുള്ളത് തെറ്റാണ് എന്നവന് ബോധ്യമുണ്ട്. എന്റെ കുട്ടികൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ സ്മാർട്ടാണ് എന്നായിരുന്നു സെർജിയോ ആ നിമിഷം ചിന്തിച്ചത്. പിന്നാലെ സെർജിയോ നേരെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെന്നു. തന്റെ ഒരു വിദ്യാർത്ഥി അവന്റെ ബാഗിൽ ഇല്ലീഗലായിട്ടുള്ള എന്തോ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് റിപ്പോർട്ട് ചെയ്യാനാണ് താൻ വന്നത് എന്നും പറഞ്ഞു. ആരാണ് ആ വിദ്യാർത്ഥി എന്ന് ചോദിച്ചെങ്കിലും സെർജിയോ അത് പറഞ്ഞില്ല. ഇത്തരത്തിലൊരു സംഭവമുണ്ട്, അത് താങ്കളെ അറിയിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ തന്നെ പരിഹരിക്കേണ്ടതാണ്. നമ്മൾ അതിൽ ഇടപെട്ട് അവന്റെ ഫ്യൂച്ചറോ അവന്റെ മാനസിക നിലയോ തെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല അവർ കുട്ടികളാണ്, അവരോട് എനിക്ക് സഹതാപമാണുള്ളത്. അവരെ കുറ്റപ്പെടുത്താനോ കുറ്റവാളിയാക്കാനോ ഞാൻ നിൽക്കില്ല എന്ന് സെർജിയോ വ്യക്തമാക്കി. പ്രിൻസിപ്പലിന് സെർജിയോയുടെ ഈ നിലപാടുകളിൽ അതിശയം തോന്നിയിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിൽ അങ്ങയെ ഇത് അറിയിക്കേണ്ടത് അധ്യാപകനായി എന്റെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു സെർജിയോയുടെ മറുപടി. അന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് നീക്കോയും പലോമയും ഒന്നിച്ചായിരുന്നു പോയത്. നീക്കോ പലോമയ്ക്ക് ആ ബ്രോഷർ കൊടുത്തു. പലോമയ്ക്കും ഏറെ സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ പലോമയ്ക്ക് അവളുടെ ഡ്രീമിൽ എത്തിച്ചേരാൻ എന്തായാലും സാധിക്കും എന്ന് പറഞ്ഞവൻ മോട്ടിവേറ്റും ചെയ്തു. നീക്കോ തന്റെ കാര്യത്തിൽ അത്രമേൽ ശ്രദ്ധ ചെലുത്തുന്ന കണ്ട് പലോമയ്ക്ക് സന്തോഷം അനുഭവപ്പെട്ടു. തന്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പലോമ നീക്കോയോട് പറഞ്ഞു. വൈകാതെ അവർ പലോമ താമസിക്കുന്ന ഇടത്തേക്കും എത്തിച്ചേർന്നു. വീട്ടിലെത്തിയ പലോമ വീടിനകത്തു നിന്നും ഒരു ടെലസ്കോപ്പ് എടുത്ത് നീക്കോക്കൊപ്പം അടുത്തുണ്ടായിരുന്ന ഗാർബേജ് മലയുടെ മുകളിലേക്ക് കയറി. അവിടെ ആ ടെലസ്കോപ്പ് സെറ്റ് ചെയ്തു. ദൂരെ റോക്കറ്റ് ലോഞ്ച് നടക്കുന്ന ഇടമുണ്ടെന്നും ഏറ്റവും വലിയ റോക്കറ്റ് അവർ വൈകാതെ ബഹിരാകാശത്തേക്ക് അയക്കുമെന്നും അത് കാണാൻ ഞാനിവിടെ ഉണ്ടാകും, അന്ന് നീയും എന്റെ കൂടെ ജോയിൻ ചെയ്യുമോ എന്ന് പലോമ നീക്കോയോട് ആവശ്യപ്പെട്ടു. നീക്കോക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം പ്രിൻസിപ്പൽ സെർജിയോയുടെ മുമ്പിലെത്തി. ഗവൺമെന്റിൽ നിന്നും ഒരു പ്രതിനിധി സംഘം എത്തുന്നുണ്ടെന്നും അവർ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ പഠിപ്പിക്കും എന്നും സെർജിയോയോട് പറഞ്ഞു. സെർജിയോ അത്രമേൽ സന്തോഷിച്ചിരുന്നു. തന്റെ കുട്ടികൾക്ക് ഒരു കമ്പ്യൂട്ടർ കിട്ടുമല്ലോ എന്നായിരുന്നു സെർജിയോയുടെ സന്തോഷത്തിന്റെ പിന്നിലുള്ള കാരണം. കുട്ടികളൊക്കെ പുതിയ കമ്പ്യൂട്ടർ വരുമല്ലോ എന്ന് പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. പക്ഷേ അവർക്ക് പുതിയ കമ്പ്യൂട്ടർ വന്നില്ല. അവരെ പഠിപ്പിക്കാൻ എത്തിയത് കമ്പ്യൂട്ടറിന്റെ ചിത്രങ്ങളുള്ള ബോർഡുകൾ മാത്രം ഉപയോഗിച്ചിട്ടായിരുന്നു. സെർജിയോ അത് കണ്ടതും നിരാശനായി. അവന് ദുഃഖവും തോന്നി. അന്ന് സെർജിയോ ക്ലാസ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പലോമയുടെ അച്ഛൻ സെർജിയോയെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ സെർജിയോക്കടുത്ത് വന്ന് സംസാരിച്ചു. നിങ്ങളാണോ എന്റെ മോൾക്ക് ഈ ബ്രോഷർ കൊടുത്തത് എന്ന് ചോദിച്ച് ആസ്ട്രോണറ്റ് മേജർ സ്കോളർഷിപ്പ് ബ്രോഷർ അച്ഛൻ സെർജിയോയെ കാണിച്ചു. സ്കൂളിൽ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ സമയം ചിലവഴിച്ചത് കൊണ്ട് കാര്യമില്ലെന്നും എന്തെങ്കിലും പണമുണ്ടാക്കാൻ നോക്കുക വേണ്ടത്, എന്റെ മോളുടെ ശ്രദ്ധയൊന്നും തിരിച്ചുവിടരുത് എന്നച്ഛൻ സെർജിയോയോട് പറഞ്ഞു. പലോമ സ്മാർട്ട് സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ സെർജിയോ പറഞ്ഞെങ്കിലും അതൊന്നും ചെവികൊള്ളാൻ അച്ഛൻ ഒരുക്കമായിരുന്നില്ല. അയാൾ തിരികെ പോയി. പോകുന്നതിനു മുമ്പ് എന്റെ മോൾക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുക്കരുതെന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അവൾ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയി പോകും എന്നും പറഞ്ഞിട്ടായിരുന്നു അയാൾ പോയത്. അടുത്ത ദിവസം സെർജിയോ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ട പ്രിൻസിപ്പൽ സെർജിയോക്ക് അടുത്ത് നിർത്തി. സെർജിയോക്ക് ലിഫ്റ്റ് കൊടുക്കാൻ കയറ്റിയ ശേഷം സെർജിയോയുടെ കാർ എന്തെന്ന് പ്രിൻസിപ്പൽ തിരക്കി. ഒരു ലാപ്ടോപ്പ് വാങ്ങുവാൻ താനത് വിറ്റുവെന്നായിരുന്നു സെർജിയോയുടെ മറുപടി. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ വേണമെന്നും സെർജിയോ കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് വേണ്ടി സെർജിയോ അത്രമേൽ കടന്നു പ്രവർത്തിക്കുന്നത് കണ്ടതും പ്രിൻസിപ്പൽ അതിശയിച്ചു പോയിരുന്നു. അധികം വൈകാതെ സ്കൂളിലേക്ക് അടുത്ത പ്രതിനിധി സംഘം എത്തി. കുട്ടികളുടെ പഠന നിലവാരവും സ്കൂളിന്റെ അവസ്ഥയും പരിശോധിക്കാനായിരുന്നു അവർ എത്തിയത്. ഇൻസ്പെക്ഷൻ എത്തിയ ആ പ്രതിനിധി സെർജിയോയുടെ ക്ലാസ്സിലേക്കും എത്തിച്ചേർന്നു. കുട്ടികൾ ആ സമയം മെഡിറ്റേഷനിലായിരുന്നു. ഇതെന്താണെന്ന് പ്രതിനിധി ചോദിച്ചപ്പോൾ കുട്ടികൾ അവരുടെ മാനസിക നിലയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നും പറഞ്ഞപ്പോൾ അതൊക്കെ വേസ്റ്റ് ആണെന്നും പഠനകാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊക്കെയായിരുന്നു പ്രതിനിധി പറഞ്ഞത്. പോരാത്തതിന് നീക്കോക്ക് അടുക്കൽ പ്രതിനിധി 1-2 ചോദ്യങ്ങളും ചോദിച്ചു. ക്ലാസ്സിൽ പഠിക്കാൻ അത്രമേൽ മിടുക്കനല്ലാത്ത നീക്കോ അതിൽ പകച്ചു നിന്നു. പ്രതിനിധി നീക്കോയെ അപമാനിച്ച് പറഞ്ഞതോടെ നീക്കോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നാലെ ആ പ്രതിനിധി സെർജിയോയുടെ ക്ലാസ് മുറി പഠനത്തിനപ്പുറം സമയം
സമയം വേസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച് വലിയ തോതിൽ വിമർശിച്ചു. ക്ലാസ്സിന് ശേഷം പ്രിൻസിപ്പൽ ഓഫീസിൽ വരാൻ സെർജിയോട് പറഞ്ഞ ശേഷം പ്രതിനിധി അവിടെ നിന്ന് പോയി. പിന്നാലെ സെർജിയോ പ്രിൻസിപ്പൽ റൂമിലെത്തി. പ്രൊസീജിയേഴ്സ് അനുസരിച്ചല്ല സെർജിയോ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ആരോപിച്ച് പ്രതിനിധി സെർജിയോയെ 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സെർജിയോ അത് കേട്ട് ഞെട്ടിയിരുന്നു. കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറം ശരിയായ രീതിയിലാണ് താൻ പഠിപ്പിക്കുന്നത് എന്നൊക്കെ സെർജിയോ വാദിച്ചെങ്കിലും പ്രതിനിധി അത് ചെവികൊണ്ടില്ല. എല്ലാ ടീച്ചേഴ്സും എക്സാമിനെ പറ്റിയും മാർക്കിനെ പറ്റിയും മാത്രമാണ് വറി ചെയ്യുന്നതെന്നും കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അവർ പരിഗണിക്കുന്നേയില്ല എന്നും സെർജിയോ വാദിക്കാൻ ശ്രമിച്ചെങ്കിലും ഒക്കെ നിഷ്ഫലമായി. മറ്റൊരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കും എന്നും പറഞ്ഞ പ്രതിനിധി പോയി. സെർജിയോയുടെ 6ാം ക്ലാസ് അതോടെ വീണ്ടും പഴയ ബോറിംഗ് ക്ലാസ്സായി മാറി. പഠനത്തെക്കുറിച്ച് കുട്ടികൾക്കുണ്ടായിരുന്ന ട്രോമ അതോടെ വീണ്ടും തിരിച്ചു വരുമോ എന്ന് സെർജിയോ ഭയപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞപ്പോൾ പലോമ മാറിയിരുന്ന നിക്കോയുടെ അടുത്തെത്തി. ഇൻസ്പെക്ഷന് വന്ന വ്യക്തി നീക്കോയെ ഫോണെന്ന് വിളിച്ചെങ്കിലും തങ്ങളൊന്നും നീക്കോയെ അങ്ങനെ കാണുന്നവരല്ലെന്നും നീക്കോക്ക് നീക്കോയുടേതായ മേഖലകളിൽ വലിയ കഴിവുണ്ടെന്ന് തങ്ങൾക്കൊക്കെ അറിയാമെന്നും പറഞ്ഞ് പലോമ നീക്കോയെ ആശ്വസിപ്പിച്ചു. അതോടെ നീക്കോയുടെ മുഖം തെളിഞ്ഞു. പലോമ അവന്റെ കവിളിൽ ചുംബിക്കുകയും ചെയ്തു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് നീക്കോയുടെ ചേട്ടന്റെ ഗ്യാങ്സ്റ്റർ സംഘം വന്നു നിന്നത്. ഗ്യാങ് ലീഡർ നീക്കോയോട് സ്കൂളിൽ പോകുന്നത് നിർത്താനും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാനും തനിക്ക് മയക്കുമരുന്ന് കടത്താനൊരു കുട്ടിയെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞു. പലോമയെ അവിടെ കണ്ടതും ഗ്യാങ് ലീഡർ പലോമയെ കടന്നു പിടിക്കുകയും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. നീക്കോക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവൻ പ്രണയിക്കുന്ന കുട്ടിയാണ്. ഗ്യാങ് ലീഡറിന്റെ തോക്ക് കൈവശപ്പെടുത്തി അവൻ ഗ്യാങ് ലീഡറെ ഷൂട്ട് ചെയ്തു. പലോമ അലറി വിളിച്ചു. അവിടെ ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറി. ഷൂട്ടൌട്ടിന്റെ ഒച്ച കേട്ട് സ്കൂളിൽ നിന്ന് പോവാനിറങ്ങിയ സെർജിയോ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സ് മുഴുവൻ കൊല്ലപ്പെട്ട് കിടക്കുന്നു. കൂട്ടത്തിൽ നീക്കോയും വെടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഏറെ ഷോക്കായി പലോമയുമുണ്ട്. പലോമയെ ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ സെർജിയോ ശ്രമിച്ചു. ആ സംഭവത്തിന് ശേഷം ആഴ്ചകൾ കടന്നുപോയി. ഏറെ ദുഃഖിതനായി മുറി വിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സെർജിയോ മുറിക്കകത്ത് അടച്ചിരിക്കുകയായിരുന്നു. ആദ്യം സെർജിയോ പ്രിൻസിപ്പളുമായി സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പ്രിൻസിപ്പൽ പോവാതെ നിന്നതും നിറകണ്ണുകളോടെ സെർജിയോ കടന്നു വന്നു. താൻ കാരണമാണ് നീക്കോ കൊല്ലപ്പെട്ടതെന്നും അന്നേ കുട്ടികൾ അവരുടെ തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവന്റെ തെറ്റ് തിരുത്തുവാൻ താൻ സഹായിച്ചിരുന്നെങ്കിൽ നീക്കോക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും കണ്ണീരോടെ സെർജിയോ പറഞ്ഞു. പ്രിൻസിപ്പൽ സെർജിയോയെ ആശ്വസിപ്പിച്ചു. ഒരു നീക്കോ ചിലപ്പോൾ കൊല്ലപ്പെട്ടിരിക്കാം, പക്ഷേ സെർജിയോയെ ആവശ്യമുള്ള നിരവധി കുട്ടികൾ സ്കൂളിലുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യം പലോമയ്ക്കാണ്. ആ സംഭവത്തിന് ശേഷം പലോമ സ്കൂളിൽ വന്നിട്ടില്ല. സെർജിയോ മടങ്ങി വരണം എന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. സെർജിയോയുടെ പഠനരീതി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ പോലും സെർജിയോയുടെ ക്ലാസ്സിലേക്കാകുവാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിൻസിപ്പൽ വിശദമായി പറഞ്ഞു. സെർജിയോ മാത്രമല്ല ഒന്നിനും തെറ്റുകാരൻ എന്നും കൂട്ടിച്ചേർത്തു. പലോമയ്ക്ക് സെർജിയോയെ ആവശ്യമുണ്ടെന്ന് കേട്ടതും പ്രിൻസിപ്പലിനൊപ്പം തിരികെ പോകുവാൻ സെർജിയോയും തീരുമാനിച്ചു. പലോമയെ തിരക്കി പലോമ താമസിക്കുന്ന വീട്ടിലേക്ക് അവർ ചെന്നു. പലോമ ഗാർബേജ് കൂനയിൽ പണിയെടുക്കുകയായിരുന്നു. പലോമയുടെ സ്കൂളിലേക്ക് മടങ്ങി വരാൻ സെർജിയോ ആവശ്യപ്പെട്ടു. പക്ഷേ തനിക്കതിന് പറ്റില്ലെന്നും ഒക്കെ അറിഞ്ഞ അച്ഛൻ തന്നെ ഇപ്പോൾ വിടുന്നില്ലെന്നുമായിരുന്നു അവളുടെ മറുപടി. തന്റെ സ്വപ്നത്തിനെ സപ്പോർട്ട് ചെയ്തതിന് മാഷിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും അവൾ പറഞ്ഞു. പക്ഷേ സ്വപ്നം കണ്ടാൽ മാത്രം ഒന്നും നേടാൻ സാധിക്കില്ലല്ലോ എന്നും കൂട്ടിച്ചേർത്തു. ദരിദ്രയായി എനിക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയേ വഴിയുള്ളൂ എന്നും അവൾ വിശദമാക്കി. അവളെ ഫോഴ്സ് ചെയ്യാതെ സെർജിയോ തിരികെ വന്നു. അവർ പോവാൻ നേരം പലോമയുടെ അച്ഛൻ വന്ന് സ്കൂളിൽ നിന്ന് അവൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് ടെലസ്കോപ്പ് കൊണ്ടുകൊടുത്തു. ടെലസ്കോപ്പ് കണ്ടതും സെർജിയോ പറഞ്ഞു, സ്കൂളിൽ ഇത്തരത്തിൽ ഒന്നുണ്ടായിരുന്നില്ല, അവൾ മോഷ്ടിച്ചിട്ടുമില്ല, ഇത് അവൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത്രയും സ്മാർട്ടായ ഒരു കുട്ടിയുള്ളതിന് നിങ്ങൾ അവളെയോർത്ത് അഭിമാനിക്കുകയാ വേണ്ടത്. അവളുടെ ഭാവിയ നിങ്ങൾ ഇല്ലാതാക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നേൽ അവൾ മറ്റൊരു നിലയിൽ എത്തുമായിരുന്നു. സെർജിയോ അവിടെ നിന്ന് പോന്നു. ഒക്കെ കേട്ട് പലോമയുടെ അച്ഛൻ വീടിന്റെ ഓരോ മൂലയും പരിശോധിച്ചു. മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും അവൾ തന്നെ പഠിക്കുന്നതുമൊക്കെ അതിശയത്തോടെ ആ അച്ഛൻ നോക്കിക്കണ്ടു. താൻ ചെയ്യുന്ന തെറ്റ് എത്ര വലുതാണ് എന്ന് ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് സെർജിയോയും പ്രിൻസിപ്പളും നീക്കോയുടെ വീട്ടിലെത്തി. നീക്കോയും ചേട്ടനും കൊല്ലപ്പെട്ടതുകൊണ്ട് ആ വീട് അനാഥമായി കിടക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സെർജിയോ നീക്കോ പണി തീർത്തെടുത്ത് അവരുടെ ബോട്ട് അവിടെ കണ്ടു. അത് കണ്ടതും സെർജിയോക്ക് അഭിമാനവും സന്തോഷവും തോന്നി. ആദരാഞ്ജലി എന്ന തരത്തിൽ സെർജിയോ ആ ബോട്ട് തള്ളി കടലിലേക്ക് ഒഴുക്കിവിട്ടു. നീക്കോയുടെ കഴിവുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെളിയിച്ചുകൊണ്ട് കടലിന് മുകളിലൂടെ ആ ബോട്ട് തെന്നി നീങ്ങി. നാളുകൾ കടന്നുപോയി. ഒടുവിൽ
ഫൈനൽ എക്സാമിന്റെ ദിവസവും എത്തി. എക്സാം ഹാളിൽ സെർജിയോ തന്റെ കുട്ടികൾക്കായി കാത്തിരുന്നു. ഓരോരുത്തരായി വന്നു തുടങ്ങി. എക്സാം തുടങ്ങുന്നതിന്റെ സമയമായിട്ടും പലോമ എത്തിച്ചേർന്നിരുന്നില്ല. സെർജിയോക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് പലോമ എത്തിച്ചേർന്നു. അതോടെ സെർജിയോക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്റെ കുട്ടികളെ അത്രയും സെർജിയോ തന്റെ അടുത്തേക്ക് വിളിച്ചു ചേർത്തു. കണ്ണുനീർ അടക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം കുട്ടികളോട് സംസാരിച്ചു. ഒന്നിച്ച് രസകരമായി അവർ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങൾ കുട്ടികളെ ഓർമ്മപ്പെടുത്തി. അവരെല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ സെർജിയോ പങ്കുവെച്ചു. ഇനിയിപ്പോൾ എക്സാം എഴുതിയ അവരുടെ മാർക്ക് എന്തു തന്നെയാണെങ്കിലും അതൊന്നും വിഷയമേ അല്ലെന്നും തന്റെ കുട്ടികളെ ഓർത്ത് താൻ പ്രൗഡായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് തീരെ ഭയമില്ലാതായിരുന്നു സെർജിയോയുടെ ക്ലാസ്സിലെ കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തത്. സെർജിയോ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 55% കുട്ടികൾ മാത്രമേ മാത്ത് എക്സാം പാസ്സാവാറുണ്ടായിരുന്നുള്ളൂ. 69% സ്പാനിഷ് ടെസ്റ്റിൽ പോലും പാസ്സായിരുന്നുള്ളൂ. ആരും തന്നെ ഉയർന്ന മാർക്ക് നേടിയിരുന്നില്ല. 2012 സെർജിയോ എത്തി. ക്ലാസ് എടുത്ത് അതിനുശേഷം നടന്ന എക്സാമിൽ 93% കുട്ടികൾ മാത്സ് എക്സാം പാസ്സായി. അതിൽ തന്നെ 63% ഉയർന്ന മാർക്കും നേടി. 97.5% കുട്ടികൾ സ്പാനിഷ് എക്സാം പാസ്സാവുകയും 72% അതിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുകയും ചെയ്തു. എല്ലാത്തിലും ഉപരിയായി സെർജിയോയുടെ 10 കുട്ടികൾ നാഷണൽ ലെവലിൽ തന്നെ ടോപ്പ് 0.1% ഉൾപ്പെട്ടു. അതും മാത്സിൽ. പലോമയായിരുന്നു ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയത്. പലോമയുടെ സ്റ്റോറി നാഷണൽ സെൻസേഷനായി മാറുകയും ഫുൾ ഫ്ലെഡ്ജഡ് സ്കോളർഷിപ്പ് ലഭിച്ച അവൾ മറ്റൊരു നല്ല വീട്ടിലേക്ക് പിന്നീട് മാറുകയും ചെയ്തു. സെർജിയോ ഇപ്പോഴും ജോസ് അർബിന ലോപ്പസ് സ്കൂളിൽ 6ാം ഗ്രേഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പടം ഇറങ്ങുന്ന 2023 പോലും ആ സ്കൂളിന് ഒരു കമ്പ്യൂട്ടർ റൂമില്ല. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്രം ആ ദൃശ്യങ്ങളോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.